99-ലെ വെള്ളപ്പൊക്കമെന്ന് പഴമക്കാരുടെ ഇടയിൽ പ്രചാരമുള്ള 1924-ലെ വെള്ളപ്പൊക്കത്തിന്റെ പേടിപ്പെടുത്തുന്ന ഓർമ്മയ്ക്ക് 100 വയസ്സ്. കോതമംഗലത്തിന്റെ ചരിത്രത്തിൽ സുപ്രധാന വഴിത്തിരിവുണ്ടാക്കിയതും ആ വെള്ളപ്പൊക്കമാണ്. പഴയ ആലുവ-മൂന്നാർ രാജപാതയുടെ അസ്തമയവും പുതിയ ആലുവ-മൂന്നാർ റോഡിന്റെ ഉദയവും അന്നുണ്ടായ മഹാപ്രളയത്തിന്റെ ബാക്കിപത്രമാണ്. കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തം 1924 ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലായി കേരളത്തിലുണ്ടായ ഭീകരമായ വെള്ളപ്പൊക്കം. 3 ആഴ്ചയോളം നീണ്ടുനിന്ന പേമാരി. അന്ന് പൂയംകുട്ടിക്കും പെരുമ്പൻകുത്തിനുമിടയിൽ കരിന്തിരിമലയിലുണ്ടായ മണ്ണിടിച്ചിലിനെ തുടർന്ന് മൂന്നാറിലേക്കുള്ള റോഡ് തകർന്നു. കോതമംഗലത്ത് നിന്നുള്ള പ്രധാന യാത്രാമാർഗമായിരുന്നു ഈ റോഡ്. മറ്റു പലയിടങ്ങളിലെയും റോഡ് നശിച്ചു. പിന്നീട് 7 മാസങ്ങൾക്ക് ശേഷം മൂന്നാറിലേക്ക് പുതിയ റോഡ്. അതാണ് നേര്യമംഗലം വഴിയുള്ള ആലുവ-മൂന്നാർ റോഡ്. പുതിയ വഴിവെട്ടിയതിന്റെ സ്മാരകമാണ് നേര്യമംഗലത്തെ റാണിക്കല്ല്. അതോടെ മൂന്നാറിലേക്കുള്ള ഗതാഗതം പൂർണ്ണമായും നേര്യമംഗലം അടിമാലി വഴി പുതിയ റോഡിലൂടെയാകുകയും പൂയംകുട്ടി വഴിയുള്ള രാജപാത വിസ്മൃതിയിലാകുകയും ചെയ്തു. ഗതാഗതം നിലച്ചതോടെ റോഡിനിരുവശവും കൊടും കാടായി മാറി. പക്ഷേ 1857 മുതൽ 1924 വരെ ഉപയോഗിച്ചിരുന്ന മെറ്റൽ വിരിച്ച രാജപാതയുടെ ബാക്കിപത്രം ഇപ്പോഴും അവിടെയുണ്ട്. എന്നാൽ ഇതുവഴിയുള്ള യാത്ര വനം വകുപ്പ് തടഞ്ഞിരിക്കുകയാണ്. പൂയംകുട്ടിക്കപ്പുറം കാലുകുത്തിയാൽ അഴിയെണ്ണേണ്ടി വരും. രാജപാത പുനർനിർമ്മിച്ച് ഗതാഗതത്തിനായി തുറന്നു നൽകണമെന്നാവശ്യപ്പെട്ട് ഒട്ടേറെ പ്രക്ഷോഭങ്ങളും നിയമ പോരാട്ടങ്ങളും നടന്നുവരുന്നു. നിയമസഭയ്ക്കുള്ളിലും രാജപാതയ്ക്കായി മുറവിളിയുണ്ടായിട്ടുണ്ട്. തിരുവിതാംകൂർ ഭരണകാലത്ത് ബ്രിട്ടീഷുകാർ സഞ്ചാരത്തിനും ചരക്ക് വിനിയോഗത്തിന് ഉപയോഗിച്ചിരുന്ന ഒരു ആലുവ-മൂന്നാർ രാജപാത 1924 മഹാപ്രളയത്തിൽ തകരുകയുണ്ടായി. വിനോദസഞ്ചാരികൾക്ക് ആകർഷണമാകുന്ന പ്രദേശങ്ങളിലൂടെ കടന്നുപോകുന്ന ഈ പാത പുനർനിർമ്മിച്ചാൽ പ്രദേശവാസികളുടെ വരുമാന മാർഗത്തിനും ടൂറിസം മേഖലയുടെ നവജീവനം വഴിയൊരുക്കും സാർ. ഇതിൻ്റെ പുനർനിർമ്മാണത്തിലുള്ള സാധ്യതകൾ പരിശോധിക്കണമെന്നാണ് സാർ എനിക്കിതിലൂടെ ആവശ്യപ്പെടാനുള്ളത്. വനം വകുപ്പിന്റെ തടസ്സവാദങ്ങളിൽ തട്ടി പലപ്പോഴും രാജപാതയുടെ പുനർനിർമ്മാണം എന്ന ആവശ്യത്തിന്റെ മുനയൊടിഞ്ഞു. അടിമാലി വഴിയുള്ള റോഡിനേക്കാൾ മൂന്നാറിലേക്കുള്ള എളുപ്പമാർഗം പഴയ രാജപാതയാണെന്നാണ് അനുകൂലിക്കുന്നവരുടെ വാദം. വളവ് തിരിവുകളും കയറ്റിറങ്ങങ്ങളും കുറയും, അപകട സാധ്യതയും കുറയും. കൂടാതെ ടൂറിസം മേഖലയ്ക്ക് രാജപാത വലിയൊരു മുതൽക്കൂട്ടാകും. വെള്ളച്ചാട്ടങ്ങളും മലകളും നിബിഡവനവും തുടങ്ങി ടൂറിസ്റ്റുകളെ ആകർഷിക്കാനായി പ്രകൃതി ഒരുക്കിയ നിരവധി കാഴ്ചകൾ ഇവിടെയുണ്ട്. വനം വന്യജീവി സമ്പത്തിന്റെ സംരക്ഷണം എന്ന വനം വകുപ്പിന്റെ ശാഠ്യമാണ് രാജപാതയുടെ പുനർനിർമ്മാണത്തിന് വിലങ്ങുതടി. വനം വകുപ്പിന്റെ ഈ വാദം തുടർന്നാൽ 99-ലെ വെള്ളപ്പൊക്കത്തിന്റെ ചരിത്രത്തിലെ ഒരേടായി മാത്രം രാജപാത അവശേഷിക്കും. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.